നമസ്കാരം. 1976 ഒക്ടോബർ അവസാന വാരത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു ഡോക്യുമെന്ററിയിൽ അന്നത്തെ ചെയർമാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 77 ജൂൺ മുതൽ എന്നെ സ്ഥിരപ്പെടുത്തി അവിടെ അസിസ്റ്റന്റ് ഫിലിം ഓഫീസർ എന്ന തസ്തികയിൽ തിരക്കഥ അവിടെ KSFDC മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി എടുക്കുന്ന ഡോക്യുമെന്ററികൾ, മോട്ടിവേഷൻ, ബോധവൽക്കരണ ചിത്രങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ തയ്യാറാക്കുക, ഡയറക്റ്റ് ചെയ്യുക. ഇതായിരുന്നു എൻ്റെ തസ്തികയുടെ പേര്. അസിസ്റ്റന്റ് ഫിലിം ഓഫീസർ എന്നാണെങ്കിൽ തന്നെ സംവിധായകന്റെ ജോലിയാണ്. ഫിലിം ഡിവിഷനിലെ സംവിധായകന്റെ ശമ്പളം തരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ശമ്പളത്തിന്റെ പകുതി ശമ്പളം തന്നുകൊണ്ടാണ് എന്നെയും പിന്നെ ഞാൻ ശുപാർശ ചെയ്ത് അവിടെ 4 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്ത KR മോഹനെയും ഇതേ തസ്തികയിലാണ് എടുക്കുന്നത്. അന്ന് ഷാജിൽ കരുൺ അന്ന് അവിടെ ക്യാമറാമാൻ എന്ന തസ്തികയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. 77 ഞാൻ സ്വതന്ത്രമായി ചെയ്യുന്ന ആദ്യ ഒരു അഡ്വർടൈസ്മെന്റ് ഫിലിമാണ് KSFDC വേണ്ടി തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അതിൽ അഭിനയിക്കുന്ന ഡോക്ടർ നമ്പൂതിരിയും നായികയായിട്ട് അഭിനയിക്കുന്നത് ഇന്നത്തെ പ്രമുഖ നടി പ്രിയാമണിന്റെ അമ്മയാണ്. ആ കുട്ടി അന്ന് BCom പരീക്ഷ പാസ്സായിട്ട് ഞാൻ റോഡിൽ വെച്ച് കണ്ട് ക്ഷണിക്കുകയും ചെയ്തു. കവടിയാറിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഞാൻ വിശാല കൊച്ചി എന്ന 2 വർഷം നീണ്ടു നിന്ന 6 ഷെഡ്യൂളിലായി ഷൂട്ടിംഗ് നടന്ന ഡോക്യുമെന്ററി വിശാല കൊച്ചി വികസന അതോറിറ്റിക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് ഫിലിം കോർപ്പറേഷൻ നിർമ്മിച്ച അതാണ് എൻ്റെ ആദ്യത്തെ ഡോക്യുമെന്ററി. അതിന് 1980 മികച്ച ഡോക്യുമെന്ററിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. ആ വർഷം തന്നെ അരവിന്ദേട്ടൻ, PN മേനോൻ, KR മോഹനൻ, ഷാജിയൻ കരുൺ തുടങ്ങിയ പ്രഗത്ഭരായ പല സംവിധായകരുടെ ചിത്രങ്ങളായിട്ട് മത്സരിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ ഡോക്യുമെന്ററിക്ക് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് ഈ 70കൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നവ സിനിമാ പ്രസ്ഥാനത്തിന്റെ ഒരു വസന്തകാലമായിരുന്നു. ഒരു ന്യൂ വേവ് സിനിമ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു, അല്ലെങ്കിൽ ആർട്ട് സിനിമ, അല്ലെങ്കിൽ സമാന്തര സിനിമ, പല പേരുകളിട്ട് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. ബംഗാളിലും കന്നഡയിലും മലയാളത്തിലുമാണ് ആ ജനസിൽപ്പെട്ട കൂടുതൽ സിനിമകൾ അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നത് 70കളുടെ ദക്ഷിണാർദ്ധത്തിൽ. അന്ന് പശ്ചിമ ബംഗാൾ സർക്കാർ 22 ഫീച്ചർ ഫിലിമുകൾ നിർമ്മിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. അവയിൽ പല സിനിമകൾക്കും ദേശീയ അവാർഡുകൾ ലഭിച്ചു. പക്ഷെ അതിൽ 18 സിനിമകൾ വെളിച്ചം കണ്ടില്ല, തിയേറ്റർ എത്തിയില്ല. കാരണം വിതരണക്കാരെടുത്തില്ല, ആർട്ട് സിനിമയായതുകൊണ്ട്. പക്ഷെ അതേസമയം തന്നെ അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മളും ഇവിടെ സിനിമാ നിർമ്മാണം കേരള ഗവൺമെന്റ്, KSFDC കേരള ഗവൺമെന്റിന് വേണ്ടി ഏറ്റെടുക്കണം, നല്ല സിനിമകളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ചുരുങ്ങിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ നിർമ്മിക്കണം എന്നൊരു ആവശ്യം ആ ജനസിൽപ്പെട്ട MT വാസുദേവൻ നായർ, PN മേനോൻ, അടൂർജി, അരവിന്ദേട്ടൻ, KG ജോർജ്, PA ബക്കർ, KP കുമാരൻ തുടങ്ങിയ സംവിധായകരാണ് ഈ 70കളിൽ ഈ നവസിനിമാ പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഈ ആവശ്യം വന്നപ്പോൾ അന്നത്തെ ചെയർമാൻ PRS പിള്ള സാറ് എന്നോട് ആവശ്യപ്പെട്ടു, കേരള സ്റ്റേറ്റ് ഫിലിം കോർപ്പറേഷൻ സിനിമാ നിർമ്മാണം തുടങ്ങാൻ വെച്ചാൽ അതിനെ പറ്റിയിട്ടൊരു നോട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞു, ഡയറക്ടർ ബോർഡിൽ പ്രസന്റ് ചെയ്യാൻ. അങ്ങനെ ഞാനൊരു നോട്ട് തയ്യാറാക്കി കൊടുത്തപ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞത്, സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് പശ്ചിമ ബംഗാളിന്റെ സ്ഥിതി, ബംഗാളിൽ ഇത്തരം സിനിമകൾ എടുത്ത് പെട്ടിയിലിരിക്കുക 18 സിനിമകൾ, അത് ഗതി ഇവിടെ വരാതിരിക്കണമെങ്കിൽ ചെറിയ പ്രദർശനശാലകൾ സംസ്ഥാനത്ത് അവിടെ ഇവിടെയായിട്ട് KSFDC തന്നെ നിർമ്മിക്കണം. അങ്ങനെ പ്രദർശന സൗകര്യം ആദ്യം സജ്ജമാക്കിയിട്ട് വേണം ഇത്തരം സിനിമകളുടെ നിർമ്മാണം തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടാണ് കൊടുത്തത് ഞാൻ. കാരണം അത് അന്നത്തെ ഡയറക്ടർ ബോർഡിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളായിരുന്നു. പ്രേം നസീർ, രാമു കാര്യാട്ട്, വിൻസെന്റ് മാസ്റ്റർ, തൊപ്പിൽ ബാസി, P ഭാസ്കര മാസ്റ്റർ, KS സേതുമാൻ തുടങ്ങിയ വളരെ അന്നത്തെ പ്രഗത്ഭരായ സിനിമാ രംഗത്തെ സംവിധായകരും മറ്റു പ്രവർത്തകരുമാണ് ഉണ്ടായിരുന്നത്. ആ ബോർഡ് അത് വിശദമായി ചർച്ച ചെയ്യുകയും അങ്ങനെ പ്രദർശനശാലകളുടെ മിനി തിയേറ്ററുകളുടെ ഒരു ശൃംഖല തുടങ്ങാൻ തീരുമാനമെടുക്കുകയും ചെയ്തു.
സർക്കാരിന് അതിന് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സർക്കാർ അത് അംഗീകരിച്ചു. അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു. തത്ഫലമായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും, തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ റെയിൽവേയുടെ സ്ഥലമായിരുന്നു ഇന്ന് കൈരളി ശ്രീ ഇരിക്കുന്ന സ്ഥലം, വഴുതക്കാട് കലാഭവൻ ഇരിക്കുന്ന സ്ഥലം അത് KSRTCയുടെ സ്ഥലമായിരുന്നു, വിവേകാനന്ദ സ്ഥലം അന്നത്തെ MDയുടെ ശ്രമപരമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഈ സ്ഥലങ്ങളും, പിന്നീട് തൃശ്ശൂര്, ആലപ്പുഴ, കോഴിക്കോട്, ചിറ്റൂര്, പരവൂര്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു സർക്കാരിന് വേണ്ടി. സർക്കാർ ഭൂമികളായിരുന്നു മിക്കതും. സർക്കാരാണ് KSFDC വേണ്ടി ഈ ഭൂമി. ഇതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് വിവേകാനന്ദ സാറാണ്. ആദ്യത്തെ തിയേറ്റർ ഉണ്ടാകുന്ന 1984 കലാഭവൻ തിയേറ്ററാണ്. ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് തിയേറ്റർ കേരളത്തില്. അത് ഹെഡ് ഓഫീസ് മന്ദിരാണ്. ഹെഡ് ഓഫീസിന്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ ഒരു തിയേറ്ററിനുള്ള ഒരു കൺസെപ്റ്റ്. അവിടെ ഫിലിം സൊസൈറ്റി പ്രദർശനം, ഫിലിം പ്രിവ്യൂസ്, പാരലൽ സിനിമയുടെ പ്രദർശനം, ഇതാണ് ഉദ്ദേശിച്ച കലാഭവൻ കൊണ്ട്. 84 88 ജനുവരിയിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ കേരളത്തിൽ അരങ്ങേറുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ആ സമയത്താണ് കൈരളി ശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 88. പിന്നീട് 90 കോഴിക്കോട് കൈരളി ശ്രീ വരുന്നു. തുടർന്ന് ചിറ്റൂര്, പാലക്കാട് ചിറ്റൂര്, ചേർത്തല, പരവൂര്, തൃശ്ശൂര്, ആലപ്പുഴ, അവസാനം ലെനിൻ സിനിമ തിരുവനന്തപുരത്ത്. ഈ അടുത്ത കാലത്ത് ഈ തിയേറ്ററുകളിലെല്ലാം തന്നെ പല സിനിമാ പ്രവർത്തകരുടെയും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത പല ചലച്ചിത്ര പ്രവർത്തകരുടെയും ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാൻ കൈരളി ശ്രീ തിരുവനന്തപുരത്ത് പോയപ്പോ, ലെനിൻ സിനിമയിലൊക്കെ പോയപ്പോ ഈ ചിത്രങ്ങൾ കണ്ടു. നല്ല കാര്യം അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ചത് ഇങ്ങനെ ഒരു നിർമ്മാണം, പ്രദർശനശാലകളുടെ ശൃംഖലകളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച സ്ഥാപക ചെയർമാൻ PRS പിള്ള സാറിന്റെയും ഇതിനെല്ലാം സ്ഥലം കണ്ടെത്തി വളരെയധികം പരിശ്രമിച്ചിരുന്ന എഴുത്തുകാരൻ കൂടിയായ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹത്തിന്റെ 12 കഥകൾ സിനിമയായിരുന്നു മലയാളത്തിലെ G. വിവേകാനന്ദ സാറിന്റെയും ഒരു ഫോട്ടോവും ഈ തിയേറ്ററുകളിൽ എവിടെയും പ്രദർശിപ്പിച്ചിട്ടില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും, വീടുകളില്, സ്ഥാപനങ്ങളില്, സംഘടനകളില് പലതും ഈ ഗുരുനിന്ന് ചെയ്യാറുണ്ട്. തുടക്കക്കാരെ വിസ്മരിക്കാറുണ്ട്. ഇത് വലിയൊരു മഹാപാപമാണ്. കാരണം ഇതിന്റെ തുടക്കത്തിലൊരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള കുറിപ്പ് കൊടുക്കുന്ന ആളാണ് ഞാൻ. എന്റെ കുറിപ്പ്, എന്റെ ഫോട്ടോ വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്ത് ബോർഡിൽ വെക്കുകയും ബോർഡിന്റെ അപ്രൂവൽ കിട്ടിയപ്പോൾ അതിനുവേണ്ടി വളരെയധികം ശ്രമിക്കുകയും ചെയ്ത സെക്കൻഡ് ടൈമിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് PRS പിള്ള സാർ വരുന്നു. പിന്നെ തുടർന്ന് P. ഗോവിന്ദപിള്ളയാണ് സാർ ഇരിക്കുമ്പോഴാണ് 88 കൈരളി ശ്രീ തിരുവനന്തപുരം തുടങ്ങിയതിൽ ഉദ്ഘാടനം നടക്കുന്നത്. തൃശൂർ തിയേറ്റർ ഉദ്ഘാടനം നടക്കുന്നത് PGയുടെ ശ്രമപരമായിട്ടാണ്. ഇവിടെ ഒന്നും ഫോട്ടോസ് ഇല്ല അവിടെ എവിടെയും. ഇതാണ് നമ്മുടെ നാട്ടില് പൊതുമേഖലയിൽ നിഷ്ഠുരമായ സേവനം ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം. നമസ്കാരം.